നമസ്കാരം സാർ. ബ്രഹ്മോസ് ഹൈപ്പർസോണിക് മിസൈൽ നിർമ്മിച്ചിരിക്കുകയാണ് ഇന്ത്യ. എന്താണ് സാർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ബ്രഹ്മോസിന്റെ ഹൈപ്പർസോണിക് മിസൈൽ ഏതാണ്ട് 2026 ഇന്ത്യ പുറത്തിറക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ അവസാന പരീക്ഷണത്തിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മോസിനെ പറ്റി അറിയാമല്ലോ. ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇപ്പം ഉള്ള അല്ലെ ബ്രഹ്മോസ് ഫോർത്ത് വെർഷൻ അല്ലെ ഫിഫ്ത് വെർഷൻ ഇപ്പൊ നമ്മൾ നിർമ്മിക്കാൻ പോകുന്നു. അത് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന്റെ യൂണിറ്റുകളൊക്കെ ഒരുപക്ഷെ UP ഉൾപ്പെടെ വലിയ വലിപ്പത്തിലും അല്ലെങ്കിൽ കൂടുതൽ എണ്ണത്തിലും ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പുതിയ വേർഷൻ, അതായത് ഇത് ലോകത്തെ തന്നെ, അമേരിക്കയെ തന്നെ, ചൈനയെ തന്നെ, ലോകത്തെ ഉൾപ്പെടെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മോസിന്റെ ഏറ്റവും പുതിയ വേർഷൻ ആയിരിക്കുന്നു ബ്രഹ്മോസ് 2 ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്നത്. നേരത്തെ ഉള്ളത് ഹൈപ്പർസോണിക് അല്ല, സൂപ്പർസോണിക് മിസൈലാണ്. അത് തന്നെ തടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇല്ല, അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളില്ല. അമേരിക്ക പോലും തടുക്കാൻ പറ്റുമോ എന്ന് ഉറപ്പ് പറയുന്നില്ല. അതായത് ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉള്ള അമേരിക്ക പോലും ബ്രഹ്മോസിനെ പറ്റി തടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ പറ്റി വ്യക്തത വരുത്തിയിട്ടുണ്ട്. ആ സമയത്താണ് ഈ ഹൈപ്പർസോണിക് മിസൈൽ വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 8636 കിലോമീറ്റർ പെർ അവർ ആണ് ഇതിന്റെ വേഗത എന്ന് പറയുമ്പോൾ. അതായത് ഏതാണ്ട് കണ്ണിന് കാണാൻ പറ്റാത്ത രീതിയിൽ ശബ്ദത്തിന്റെ 7 മുതൽ 8 ഇരട്ടി വരെ വേഗത ഉള്ള ഒരു മിസൈലായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത്. അതായത് ലോകത്തിലെ ഒരു പ്രതിരോധ സംവിധാനത്തിനും ഇപ്പൊ ഡിക്റ്റേറ്റ് ചെയ്ത് അതിനെ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം ഈ പുറത്തു വരുന്ന വാർത്തകൾ. കൂടുതൽ വിവരങ്ങളൊന്നും അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും കൊടുത്തില്ല. പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് 1500 കിലോമീറ്റർ താണ്ടുവാൻ സാധിക്കും എന്ന് പറയുന്നു. അപ്പൊ അതുപോലെ പറഞ്ഞാൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സംവിധാനമാണ്. അത് വളരെ താഴ്ന്ന് പറക്കുന്നതിന് വേണ്ടി സാധിക്കും. അത് ബ്രഹ്മോസിന്റെ നേരത്തെ ഉള്ളതിനകത്തും ആ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് അതിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത്. കാരണം സമുദ്ര ലെവലിൽ നിന്ന് വളരെ കുറഞ്ഞ ഉയരത്തിൽ തന്നെ ഇതിന് പറന്നു പോകുന്നതിന് വേണ്ടി സാധിക്കും. പിന്നെ അതിന്റെ എന്ന് പറയാ മാക് 4.3 ആണ്. ഇതിന്റെ മാക് 7ഉം 8ഉം ഒക്കെയാണ് ഇതിന്റെ വേഗതയെ പറ്റി പറയുന്നത്. അപ്പം അതിന്റെ വേഗതയെ പറ്റി പറയുമ്പോൾ തന്നെയും, അല്ലെങ്കിൽ ഇതിന്റെ ഹൈപ്പർസോണിക് മിസൈൽ ആകുമ്പോൾ തന്നെയും, നേരത്തെയുള്ള ബ്രഹ്മോസിന്റെ കാര്യങ്ങളോട് തുലനം ചെയ്യുമ്പോൾ ബ്രഹ്മോസ് 4 അല്ലെങ്കിൽ 5th ജനറേഷൻ ഒക്കെ നിർമ്മിക്കുന്നതിന് പുറമെ ബ്രഹ്മോസ് 2 ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുമ്പോൾ കണ്ണിന് പോലും കാണാൻ പറ്റാത്ത, ലോകത്തെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒന്നും ഡിറ്റക്ട് ചെയ്ത് നശിപ്പിക്കാൻ പറ്റാത്ത ഒരു വലിയ സംവിധാനത്തിലേക്കാണ് പോകുന്നത്. അതായത് US ഉൾപ്പെടെ ഇപ്പൊ ചൈനയുടെ പല പ്രധാനപ്പെട്ട നഗരങ്ങളും ഈ ലക്ഷ്യം വെക്കാൻ പറ്റും. 1500 കിലോമീറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ 1500 കിലോമീറ്റർ അല്ല, പറയുന്നതിന് ഇരട്ടിയൊക്കെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. 1500 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ പറയുന്നതാണ്, അല്ലെങ്കിൽ പരീക്ഷണ ഘട്ടത്തിൽ പറയുന്നതാണ്. മറ്റ് രാജ്യങ്ങൾക്ക് അതിന്റെ മൊത്തത്തിലുള്ള രഹസ്യ സ്വഭാവം പുറത്തു കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ പറയുന്നതാണ്. അപ്പം ഏതെങ്കിലും ഒരു മിസൈൽ പരീക്ഷിക്കുമ്പോൾ, ഇപ്പൊ തന്നെ നേരത്തെയുള്ള മിസൈലുകളൊക്കെ ഹൈപ്പർസോണിക് അല്ലാത്ത ബ്രഹ്മോസിന്റെ മിസൈലുകളൊക്കെ താണ്ടാൻ പറ്റുന്ന കിലോമീറ്ററുകളുടെ ഇരട്ടി വരെ പോകുന്ന ഒരു അവസ്ഥയിലേക്കും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ആ പോകുന്നതിന്റെ അത്രയും ദൂരം, താണ്ടാൻ പറ്റുന്ന ദൂരത്തിന്റെ പകുതിയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അതിന്റെ പുറത്ത് വിടുന്ന സ്പെസിഫിക്കേഷൻ അകത്തുള്ളത്. അത് യഥാർത്ഥത്തിൽ മേടിക്കുന്നവർക്കും അല്ലെങ്കിൽ നമ്മൾ നിർമ്മിക്കുന്നവർക്കും മാത്രമേ ഉള്ളൂ ഇതിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള പുറത്ത് വിടാൻ താല്പര്യമില്ലാത്ത പല രഹസ്യങ്ങളുമുണ്ട്. അത് അവർ ഗോപ്യമായിട്ട് വെച്ചിരിക്കുകയും അത് ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുക്കുകയും അല്ലെങ്കിൽ ഇത്തരത്തിലാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയുകയും ചെയ്യുന്നത്. അതായത് ഇത് റഷ്യയുമായിട്ട് കൂട്ടിച്ചേർന്ന് തന്നെയാണ് നിർമ്മിക്കുന്നത്. 2026 ഇത് മൊത്തത്തിൽ സൈന്യത്തിന് ഉപയോഗിക്കാൻ പ്രാപ്തമായിട്ടുള്ള രീതിയിൽ വെളി വരും എന്നൊക്കെയുള്ള രീതിയാണ്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളതാണ്. ഒരു രീതിയിലും ഇത് മറ്റ് സംവിധാനങ്ങൾക്ക് തിരിച്ചറിയാനോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾക്ക് ഡിക്റ്റേറ്റ് ചെയ്യാനോ പറ്റാത്ത ഒരു രീതിയിൽ ഇതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെ നിർമ്മിച്ചെടുത്തിരിക്കുന്നു. സ്കാപ് ജെറ്റ് എഞ്ചിൻ എന്നുള്ള എഞ്ചിൻ തന്നെ ഇതിനു വേണ്ടി നിർമ്മിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകളാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന ലോകത്തുടനീളമുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയായിട്ടിരിക്കുന്ന ഇപ്പോഴത്തെ വേർഷൻ അല്ലെങ്കിൽ 5ാമത്തെ വേർഷനും പുറമെ ഹൈപ്പർസോണിക് മിസൈൽ കൂടി വന്നു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഇന്ന് ഇന്ത്യ ഈ മിസൈലിന്റെ കാര്യത്തിൽ വലിയ വലിയ തലവേദന ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഈ മിസൈൽ ഇന്ത്യയുടെ ഭാഗമായിട്ടിരിക്കുമ്പോൾ ഇപ്പം ബ്രഹ്മോസിനെ ഭയന്നുകൊണ്ട്, ബ്രഹ്മോസിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന പ്രതിരോധ സംവിധാനങ്ങളെ തേടിക്കൊണ്ട് രാജ്യത്തുടനീളം നടക്കുന്ന പാകിസ്ഥാനപ്പുറം ചൈനയ്ക്കപ്പുറം US പോലും
ത്രെട്ടായിട്ട് വരും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഉടനെ തന്നെ ബ്രഹ്മോസ് 2 ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യയുടെ സൈന്യത്തിന്റെ ഭാഗമാകും എന്നുള്ള വാർത്തകളാണ് നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു ബ്രഹ്മോസ് മിസൈലിൽ നിന്നും തികച്ചും ഈ ഒരു മിസൈൽ വ്യത്യസ്തമാണ്. ചെലവ് കൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ സാങ്കേതികപരമായുണ്ട്. അതുകൊണ്ടാണോ ഇനി റഷ്യ തങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇന്ത്യക്ക് ഇത് ഏൽപ്പിച്ചത്? ഏത് കാരണമാണെന്ന് നമ്മൾക്കറിയത്തില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ റഷ്യയുടെ സാങ്കേതിക വിദ്യയാണ് ബ്രഹ്മോസ്. അത് ഇന്ത്യയിൽ ആണ് ആ തരത്തിൽ ബ്രഹ്മോസ് എന്ന് പറയുന്ന നേരത്തെയുള്ള മിസൈൽ റഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് രണ്ടുപേരുടെയും കൂടെ അല്ലെങ്കിൽ ഒന്നിച്ചുള്ള ഒരു സംരംഭമായിരുന്നു ബ്രഹ്മോസ്. വലിയ വിജയമായിരുന്നു. അതിന്റെ 5th വേർഷനും റഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മിക്കാൻ പോകുന്നത്. 4th വേർഷനെക്കാട്ടിൽ 5th വേർഷൻ വരുമ്പോൾ അതിനെക്കാട്ടിൽ മുന്തിയ ചില കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവുമെന്ന് നമുക്കറിയാമല്ലോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി വെളിയിൽ വന്നപ്പോൾ നമുക്ക് ഇപ്പൊ ഇതിന്റെ ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചൈന അല്ലെങ്കിൽ അമേരിക്ക, റഷ്യ എന്നവരുടെ കാര്യമേ ഉള്ളൂ. നമ്മൾ നേരിട്ട് വിഷ്ണു എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ടോക്ക് ചെയ്ത വിഷ്ണു ഹൈപ്പർസോണിക് മിസൈൽ വലിയ വലിപ്പത്തിൽ നമ്മൾ സ്വന്തമായിട്ടാണ്, നമ്മുടെ സാങ്കേതിക വിദ്യ മാത്രമാണ്. ഈ ബ്രഹ്മോസിന്റെ കൂട്ടല്ല, നമ്മുടെ സാങ്കേതിക വിദ്യ. അത് വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു മിസൈലാണ്. അപ്പൊ അതും ഹൈപ്പർസോണിക്. അപ്പൊ ഈ ഹൈപ്പർസോണിക് മിസൈൽ ഈ പറഞ്ഞതുപോലെ ബ്രഹ്മോസിന്റെ സൂപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിനെ അപേക്ഷിച്ച് വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതിന്റെ സ്പീഡിന്റെ കാര്യം, പിന്നെ വിലയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ 12.5 മില്യൺ ആണ് അതിന്റെ വില, $. ആണ്. അപ്പൊ വില നേരത്തെ ഒരു ബ്രഹ്മോസിന്റെ തന്നെ വില, നമ്മൾ പാകിസ്ഥാൻ അടിച്ച ഒരു ബ്രഹ്മോസിന്റെ വില 30 കോടി രൂപ. അതിന്റെയൊക്കെ വലിയ അല്ലെങ്കിൽ വിലയുടെ കാര്യമൊക്കെ വരും. പിന്നെ ഇപ്പൊ ചോദിച്ച കാര്യത്തിനകത്ത് അവര് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് ആയുധങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സംവിധാനമോ സാമ്പത്തിക ശേഷിയോ ഒന്നും ഇപ്പം റഷ്യക്കില്ല. അതുകൊണ്ടാണ് മാത്രമല്ല റഷ്യയിൽ യുദ്ധം നടക്കുന്നത് കൊണ്ട് അവർക്ക് ആയുധ കച്ചവടത്തിനകത്ത് അവരുടെ ബാനുകളെയൊക്കെ അതിജീവിച്ച് അല്ലെങ്കിൽ ആയുധം പഴയതുപോലെ നിർമ്മിക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല, യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഏതാണ്ട് 86-87% ആയുധ കച്ചവടവും മുടങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പൊ അവർക്കിനി ആയുധം നിർമ്മിക്കണം, ബാനുകളെ അതിജീവിച്ച് ആയുധം നിർമ്മിക്കണമെങ്കിൽ അത് അവിടെ വെച്ച് നടക്കത്തില്ല. അവരുടെ പല സാങ്കേതിക വിദ്യയും വെച്ചിട്ട് നമ്മളുമായിട്ടൊരു കരാർ ഉണ്ടാക്കിയിട്ട് ആയുധം വിൽക്കുമ്പോൾ അതിനകത്തൊരു കമ്മീഷൻ അല്ലെ ഇത്ര ശതമാനം എന്നുള്ള രീതിയിൽ ഇന്ത്യ വിശ്വസിക്കാവുന്നതുകൊണ്ട് ആ രീതിയിലേക്കൊക്കെയുള്ള ടോക്കുകളും ആ രീതിയിലേക്കുള്ള അഡ്ജസ്റ്റ്മെന്റുകളും ഒക്കെ കാണും. അപ്പം ഈ മിസൈലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നേരത്തെ ബ്രഹ്മോസിന്റെ മിസൈൽ എന്ന് പറഞ്ഞാലും ഇത് തൊടുത്താൽ പിന്നെ തടുക്കാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ശബ്ദത്തിന്റെ 8 ഇരട്ടി വേഗത, 7.5-8 ഇരട്ടി വേഗതയാവും. പിന്നെ കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല. മണിക്കൂറിൽ 8636 കിലോമീറ്റർ സ്പീഡ് എന്ന് പറയുന്നത് ഇത് കാണാനേ പറ്റത്തില്ല. മാത്രമല്ല ഇതിന് വേറെ കാര്യമുണ്ട്, ഇത് തറയിൽ നിന്ന് തൊടുക്കാം, വിമാനത്തിൽ നിന്ന് തൊടുക്കാം, കപ്പലിൽ നിന്ന് തൊടുക്കാം. അപ്പം ഏത് ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് കൊടുക്കാം. മാത്രമല്ല ഇതിന്റെ ഡയറക്ഷൻ ഏത് സമയത്തും മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു ടാർഗറ്റ് വെച്ചാൽ അതിനെ ഫോളോ ചെയ്ത് ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരും. അപ്പം ഇതൊരു ഭീകരമായ സാധനമാണ്. ഇതിന്റെ സ്പീഡ് കൊണ്ടും അല്ലെങ്കിൽ ഇതിന്റെ ലക്ഷ്യബോധം അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന്റെ ആക്യുറസി കൊണ്ടും ഒക്കെ ഈ മിസൈൽ ഒരിടത്തേക്ക് തടുത്ത് അറിയാലേ. കിരാന ഹിൽസിനകത്തെ കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ, വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും. അവന്റെ വാതുക്കപ്പ് അടിക്കണമെന്ന് പറഞ്ഞാൽ വാതുക്കപ്പ് അടിക്കും, അകത്ത് അടിക്കണമെന്ന് പറഞ്ഞാൽ അകത്ത് അടിക്കും. അത്രയ്ക്ക് ആക്യുറേറ്റ് ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ പുറകിൽ ആൾക്കാർ നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഭയക്കുന്നത്. കാരണം ഇതിനെ തടയാൻ പറ്റുന്നില്ല, ഇതുവരെ തടഞ്ഞ ചരിത്രമില്ല. ആകപ്പാടെ തടയാൻ ഒരു സാധ്യത കൊടുത്തിരുന്നത് പാകിസ്ഥാനുമായിട്ടുള്ള അതിന്റെ നമ്മൾ പറയുന്നത് ട്രയൽ റൺ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പരീക്ഷണ യുദ്ധം നടന്നത് സിന്ദൂര. അതിനകത്ത് ഇതിനെ തടയണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്ന സംവിധാനങ്ങളും കൊണ്ടിരുന്ന ഈ ചൈനയ്ക്ക് അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ സംവിധാനത്തിന് തടയാൻ പറ്റുന്നതല്ല, ബ്രഹ്മോസിനെ അവർക്ക് തടയാൻ പറ്റുന്നതല്ലെന്ന് അവർ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ അതുകൊണ്ടാണ് ഈ റഷ്യയിൽ പോയത്. റഷ്യ യുദ്ധത്തിനകത്ത് ജർമ്മനി പോയത് അറിയാമല്ലോ, പാകിസ്ഥാൻ. കാരണം ബ്രഹ്മോസിനെ ഭയന്ന് പാകിസ്ഥാൻ ജർമ്മനി പോയതെന്ന് പറഞ്ഞാൽ ഈ റഷ്യക്ക് ഇതിന് സമാനമായിട്ടുള്ള ഒരു മിസൈൽ ഉണ്ട്. ഇതേ തന്നെ പേര് വ്യത്യാസമാണെന്നുള്ളൂ. ഈ മിസൈൽ ഒന്ന് തന്നെയാണ്. ശരി, പേര് അവർ മാത്രമായിട്ട് നിർമ്മിച്ചിറക്കിയിരിക്കുന്നു. ബ്രഹ്മോസിൻ ഇന്ത്യയും റഷ്യയും കൂടെ നിർമ്മിച്ച് ഇന്ത്യയിലാണ്, ഇന്ത്യക്കാണ്. അപ്പം ബ്രഹ്മോസ് മേടിക്കണമെങ്കിൽ ഇന്ത്യയെ സമീപിച്ച് നടക്കത്തുള്ളൂ. മറ്റേ മിസൈൽ ഉണ്ട്, അതിന്റെ നമ്പർ ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ആ മിസൈലിനെ തടുക്കാൻ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ആ മിസൈലിനെ തടക്കാൻ ഇറിസ് എന്ന് പറയുന്ന ജർമ്മനിയിലെ പ്രതിരോധ സംവിധാനത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പാകിസ്ഥാന് അമേരിക്ക ഉറപ്പൊന്നും പറയാത്തപ്പോൾ ജർമ്മനി പോയിരിക്കുന്നു. കാരണം S-400
അല്ലെങ്കിൽ മറ്റ് പ്രതിരോധ സംവിധാനം ഒക്കെ വിചാരിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ മിസൈൽ ഈ പറയുന്നത് പോലെ ബ്രഹ്മോസിന് സമാനമായിട്ടുള്ള അതേ സ്വഭാവമുള്ള ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണെന്ന് പറയാൻ പറ്റുന്ന റഷ്യയുടെ ബാലിസ്റ്റിക് മിസൈലിനെ പലവട്ടം യുക്രൈൻ തടുക്കാൻ പറ്റുന്ന പ്രതിരോധ സംവിധാനം. അതിനകത്ത് ജർമ്മനിയുടെ പ്രതിരോധ സംവിധാനം മാത്രമല്ല, S-300 എന്ന് പറയുന്ന 1-2-3 പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നിച്ചാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ യുക്രൈൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിനകത്തൊരു സാധ്യത, അല്ലെങ്കിൽ ആ മിസൈലിനെ ആ പ്രതിരോധ സംവിധാനത്തെ തടയാൻ സാധിച്ചല്ലോ, അപ്പൊ അത് ഞങ്ങൾക്ക് തരുമോ, ഞങ്ങൾക്ക് ബ്രഹ്മോസിനെ നാളെയും പേടിയാണെന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസം ജർമ്മനിയിലൊക്കെ പോയ കാര്യവും ഒക്കെ നമ്മൾ വാർത്തരിച്ച്. അപ്പം ഇതാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ, ഇതിനെ എങ്ങനെ തടുക്കാൻ പറ്റിയ പ്രതിരോധ സംവിധാനം നിലവിൽ ഇന്ന് ഉണ്ടോ? ഇല്ല എന്ന് തന്നെ പറയേണ്ടി. കാരണം ഇപ്പൊ തന്നെ പ്രതിരോധ സംവിധാനത്തിനകത്ത് ഏറ്റവും മുന്തിയ രീതിയിൽ നിൽക്കുന്ന ഇസ്രായേലിനകത്ത് മിസൈലുകൾ പലതും പതിച്ചുകൊണ്ടിരിക്കുക. അയൺഡോമും അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനം ഉള്ളിടത്ത് ഇപ്പം ഇറാൻ ആണെങ്കിൽ അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ പലതും പല തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും വീണിരിക്കുകയാണ്. ആ സ്ഥാനത്താണ് നമ്മുടെ മിസൈലുകൾ ഇവിടെ, അല്ലെങ്കിൽ ഡ്രോണുകൾ, പല മിസൈലുകളും പല സംവിധാനങ്ങളും ചൈന ഏറ്റവും മുന്തിയതെന്ന് പറയുന്ന പല ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഇവിടെ നോക്കിയിട്ട് നമ്മുടെ രാജ്യത്ത് ഇടാൻ പറ്റാത്ത രീതിയിലൊക്കെ പ്രതിരോധ സംവിധാനം നമുക്കുള്ളത്. അപ്പം നമ്മൾ അതേസമയം നമ്മുടെ ബ്രഹ്മോസ് ഉപയോഗിച്ച് നടത്തിയ ആക്രമണമൊക്കെ നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത് വരികയും ചെയ്തു. അപ്പൊ അതിന്റെ 5th വേർഷൻ വന്നിട്ടില്ല. 5th വേർഷൻ വരുന്നുണ്ട്. അതിന്റെ കൂടാണ് ഈ ഹൈപ്പർസോണിക് മിസൈൽ. അപ്പൊ ഈ ഹൈപ്പർസോണിക് മിസൈൽ ഏറ്റവും ഭീകരമായിരിക്കും. ലോകത്തിന് ഇതൊരു ആശങ്കയായിരിക്കും. US ഉൾപ്പെടെ ഭയപ്പെടേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു മിസൈൽ തന്നെയായിരിക്കും. കാരണം ഇന്ത്യയുടെ കാര്യത്തിൽ ഇപ്പൊ ലോകത്തിന് ഇന്ത്യ ഇറക്കുന്ന, തദ്ദേശീയമായിട്ട് ഇറക്കുന്നതും അല്ലെങ്കിൽ ഇന്ത്യ ഇതുപോലെ ഇറക്കുന്നതുമായിട്ടുള്ള പ്രതിരോധ സംവിധാനത്തിനും മിസൈലുകൾക്കും ആൻഡ്രി ഡ്രോൺ സംവിധാനത്തിനും മറ്റെല്ലാ സംവിധാനത്തിനും ലോകത്ത് വലിയ വിശ്വാസ്യതയും, അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ അതായത് വലിയ വിശ്വാസം അർപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനമൊക്കെയാണ് കാഴ്ചവെക്കുന്നത്. അത്തരത്തിൽ ഒരു മിസൈൽ തന്നെയായിരിക്കും, ഹൈപ്പർസോണിക് മിസൈൽ ആയിരിക്കും ഈ പറയുന്ന ബ്രഹ്മോസ് 2. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.